ഹായ്, വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ് ഡെയിലി ന്യൂസ് ഡെസ്ക്. ഇന്നത്തെ ന്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഇന്നത്തെ ന്യൂസ് വരുന്നത് കർണാടക ആഡ്സ് teeth to its fight against Devadasi system. Second, World Court's advisory opinion boosts climate action. Third, is the Indian economy perfectly balanced? Last, exporters to US fear loss of business with 25% additional tariff. ഒന്നാമത്തെ ന്യൂസ് എന്താണെന്ന് നോക്കാം. കർണാടക ആഡ്സ് ടീത്ത് ടു ഇറ്റ്സ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ദേവദാസി സിസ്റ്റം. ഈ ന്യൂസിൽ എന്താ പറയുന്നത് വെച്ചാൽ ദേവദാസി സിസ്റ്റം, അതായത് ദേവദാസി സിസ്റ്റത്തിന് എതിരെയായിട്ട് ഒരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഓൾഡ് ബില്ലുണ്ടായിരുന്നു, അതായത് കർണാടക ദേവദാസി ആക്ട് 1982. ഇതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് കർണാടക ദേവദാസി ബിൽ 2025 ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. കർണാടക സ്റ്റേറ്റ് ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിരിക്കുന്നത്. എന്താണ് ദേവദാസി സിസ്റ്റം? എന്താണ് ദേവദാസി സിസ്റ്റം എന്ന് നമുക്ക് നോക്കാം. അതായത് എന്താണ് ദേവദാസി സിസ്റ്റം? ഇതൊരു റിലീജിയസ് പ്രാക്ടീസ് ആണ്. അതായത് യങ് ഗേൾസിനെ ദൈവത്തിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ആണ്. ഇത് എന്താണ് പ്രധാനമായിട്ടും സൗത്ത് ഇന്ത്യയിലാണ്, അതായത് അവിടെ തന്നെ കർണാടകയിലും തമിഴ്നാട്ടിലുമാണ് ഈ ഒരു പ്രാക്ടീസ് നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. കുറച്ച് ഡെക്കേഡ്സ് ആയിട്ട് എന്താണ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഗേൾസിനെ അവര് പ്രോസ്റ്റിറ്റ്യൂഷനിലേക്ക് പുഷ് ചെയ്യുന്നു. ഇതാണ് ഇവിടുത്തെ ഒരു പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, പ്രധാനമായിട്ടും ഈ ദേവദാസിയുടെ ഡ്യൂട്ടീസ് എന്താണെന്ന് വെച്ചാൽ ദൈവത്തിന് കംപ്ലീറ്റ് ഡെഡിക്കേറ്റ് ചെയ്യണം. അവർക്ക് മാരേജോ കാര്യങ്ങളോ ഇല്ല. ദൈവത്തിന് വേണ്ടി റിച്വൽസിൽ ഡാൻസ് കളിക്കാം, മ്യൂസിക്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് ഇവരുടെ. അതായത് ടെമ്പിൾ കെയർ ടേക്കർ ആയിട്ട് വർക്ക് ചെയ്യുക, ഇതൊക്കെയാണ്. ഇവര് ഡാൻസ് പഠിച്ചവരായിരിക്കും, പ്രത്യേകിച്ചും ഭരതനാട്യം. അപ്പൊ എന്താണ് അമ്പലത്തിലെ ഈ പറഞ്ഞ പോലെ പല റിച്വൽസ്, പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ സമയങ്ങളിൽ ഇവർ ഡാൻസ് കളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇതാണ് ഈ ഒരു ദേവദാസി സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കീ പ്രൊവിഷൻസ് ഓഫ് ദ ബില്ല്. എന്താണ് ഈ ഒരു ബില്ല് വഴിയുള്ള ആ ഒരു കീ പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, സ്ട്രെങ്തൻ ലീഗൽ മെഷേഴ്സ് അഗെയിൻസ്റ്റ് ദ സെഞ്ചുറി ഓൾഡ് ദേവദാസി സിസ്റ്റം. അതായത് ഈ പണ്ട് മുതലേ ഉള്ള ഈ ഒരു ദേവദാസി സിസ്റ്റത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ അവർക്കൊരു ലീഗൽ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ബില്ലാണ് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ എന്താന്ന് വെച്ചാൽ പ്രൊഹിബിഷൻ ആൻഡ് പീനൽ മെഷേഴ്സ്. ഇതിൽ പറയുന്നത് ഇങ്ങനെ ഈ സ്ത്രീകളെ ഫോഴ്സ് ചെയ്തിട്ട് ഇതിലേക്ക് കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ ഇതിനെ ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന ലെവലിലേക്കൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ 2 to 5 years ഇംപ്രിസൺമെന്റ് ആണ്. അതുപോലെ എന്താണ് 1,00,000 രൂപ നമ്മൾ ഫൈനും ഈടാക്കുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു ലീഗൽ വശം നോക്കുകയാണെങ്കിൽ. ഇവർക്ക് എന്തൊക്കെയാണ് ഗ്യാരണ്ടി ചെയ്യുന്നത് ഈ ബില്ല് വഴി എന്ന് വെച്ചാൽ, ഇങ്ങനെ ദേവദാസികളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട സ്ത്രീകൾക്ക് ഹെൽത്ത് കെയർ, ഹൗസിംഗ്, വെൽഫെയർ സ്കീംസ്, അതുപോലെ ലീഗൽ പ്രൊട്ടക്ഷൻ ഒക്കെയാണ് ഈ ഒരു ബില്ല് വഴി എൻഷുർ ചെയ്യുന്നത്. അതിനകത്ത് എന്താ, ഈ റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ലാൻഡ്, ഹൗസ്, ഹെൽത്ത് സപ്പോർട്ട് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ ചിൽഡ്രൻസ് റൈറ്റ്, അതായത് ഈ ദേവദാസി ആയിട്ട് വരുന്ന സ്ത്രീകളുടെ കുട്ടികളെ എന്തെന്നാ പറയാ, ലെജിറ്റിമേറ്റ് എന്നാണ് അറിയപ്പെടുക. ഇവർക്ക് എന്താ ഫുൾ റൈറ്റ്സും ഉണ്ട്. അതായത് ഹിന്ദു പേഴ്സണൽ ലോയുടെ അണ്ടറിലുള്ള എല്ലാ തരം റൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ഇവർക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും ഈ കുട്ടികൾക്ക്. അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് എന്താണ്, ആധാർ, പാന്, പാസ്പോർട്ട് പോലത്തെ ഉള്ള ലീഗൽ ഡോക്യുമെന്റ്സിലൊന്നും ഫാദറിന്റെ നെയിം കമ്പൽ ചെയ്ത് വേണം എന്ന് നിർബന്ധിക്കാൻ പാടില്ല. അതുപോലെ തന്നെ എന്താണ്, ഈ കുട്ടികൾക്ക് ഇപ്പൊ പെൺകുട്ടിയാണെങ്കിൽ മാരേജ് വരെ, അല്ലെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ മേജർ ആകുന്നത് വരെ എന്താണ് DNA ടെസ്റ്റ് വഴി അവരുടെ ഫാദർ ആണ് എന്ന് കണ്ടെത്താനായിട്ട് കഴിയും. അതൊക്കെ ഈ ഒരു ബില്ല് വഴിയുള്ള ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഹെൽപ്പായിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ എന്താണ്, ഒരു റെസ്പെക്ട്ഫുൾ ട്രീറ്റ്മെന്റ് ആയിരിക്കും. അതുപോലെ ഫാദറിന്റെ നെയിം ഒന്നും കമ്പൽ ചെയ്യാൻ പാടില്ല. സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, താലൂക്ക് ലെവലിലുള്ള അവർക്കുള്ള സപ്പോർട്ട്. അതുപോലെ അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ദേവദാസീസ് ഉണ്ട്. അതായത് ഗവൺമെന്റിന്റെ സ്കീമിൽ നിന്ന് പണ്ട് എന്താണ് എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ അന്ന് രജിസ്റ്റർ ചെയ്യാത്ത ദേവദാസീസിന് പോലും എന്താണ് ഈ ഒരു ബില്ല് വഴി സപ്പോർട്ട് നൽകുന്നുണ്ട്. ഇവിടുത്തെ സിഗ്നിഫിക്കൻസ് എന്താന്ന് വെച്ചാൽ എന്താണ്, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഡിഗ്നിറ്റി ഫോർ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്. അതുപോലെ എന്താണ്, ഇംപ്രൂവ്സ് ആക്സസ് ടു ഗവൺമെന്റ് ബെനിഫിറ്റ്സ്. തേർഡ്, സ്ട്രെങ്തൻ റീഹാബിലിറ്റേഷൻ ഫ്രെയിംവർക്ക് ഫോർ വിക്ടിംസ്. ഇതൊക്കെയാണ് ഇവിടുത്തെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഇനി GS പേപ്പറിലേക്ക് നോക്കുകയാണെങ്കിൽ, GS പേപ്പർ 1 ഇന്ത്യൻ സൊസൈറ്റിയിൽ സോഷ്യൽ എംപവർമെന്റ്, കമ്മ്യൂണലിസം, റീജിയണലിസം ആൻഡ് സെക്യുലറിസം.
റോൾ ഓഫ് സോഷ്യൽ റിഫോംസ് ഇൻ മോഡേൺ ഇന്ത്യ. GS പേപ്പർ 2 വരുവാണെങ്കിൽ എന്താ, ഗവേണൻസിൽ വെൽഫെയർ സ്കീംസ് ഓഫ് വൾണറബിൾ സെക്ഷൻസ്, ഇഷ്യൂസ് റിലേറ്റിംഗ് ടു ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് സോഷ്യൽ സെക്ടർ. GS പേപ്പർ 4 നോക്കുകയാണെങ്കിൽ എത്തിക്സിൽ ഹ്യൂമൻ ഡിഗ്നിറ്റി, എംപതി, കമ്പാഷൻ ടുവേർഡ്സ് വീക്കർ സെക്ഷൻസ്. ഇതൊക്കെയാണ് ഈ ഒരു ന്യൂസ് വഴി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. സെക്കൻഡ് ന്യൂസ്, വേൾഡ് കോർട്ട്സ് അഡ്വൈസറി ഒപ്പീനിയൻ ബൂസ്റ്റ് ക്ലൈമറ്റ് ആക്ഷൻ. ഈ ന്യൂസിൽ എന്താ പറയുന്നത് വെച്ചാൽ, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, ആൾസോ നോൺ ആസ് വേൾഡ് കോർട്ട്. ഈ വേൾഡ് കോർട്ട് എന്താണ്, ക്ലൈമറ്റ് ചേഞ്ച് കാരണമുള്ള ത്രെട്ടിന് പരിഹാരമായിട്ട് ഒരു അഡ്വൈസറി ഒപ്പീനിയൻ ആണ് നൽകിയിരിക്കുന്നത്. ഇങ്ങനെ നൽകാൻ കാരണം എന്താണ്, സ്മോൾ ഐലൻഡ്സ് റിക്വസ്റ്റ് ചെയ്തതിന്റെ ഫലമായിട്ടാണ്. അതുപോലെ തന്നെ എന്താണ്, ഇന്റർ അമേരിക്കൻ കമ്മീഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സ്, ഇന്റർനാഷണൽ ട്രൈബ്യൂണൽ ഫോർ ദ ലോ ഓഫ് ദ സീ, ഇവരും എന്താണ് പറഞ്ഞത്, സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഇങ്ങനെയുള്ള ക്ലൈമറ്റ് ചേഞ്ചിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത്. അതാണ് ഈ ന്യൂസിൽ പറയുന്നത്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. എന്താണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്? അതിന് എന്താണ് ഓൾസോ വേൾഡ് കോർട്ട് എന്ന് അറിയപ്പെടും. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1945 യുഎന്റെ പ്രിൻസിപ്പൽ ജുഡീഷ്യൽ ഓർഗൻ കൂടിയാണ്. യുഎന്റെ എല്ലാ മെമ്പേഴ്സും എന്താണ്, ഇതിന്റെ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ പാർട്ടീസ് ആയിട്ട് തന്നെ മാറും. എന്നാൽ നോൺ മെമ്പേഴ്സിന് എന്താണ്, അവരെ റാറ്റിഫൈ ചെയ്തിട്ട് അവരുടെ മെമ്പർ ആയിട്ട് വരാനായിട്ട് പറ്റും. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് നെതർലാൻഡ്സിലാണ്, ഒഫീഷ്യൽ ലാംഗ്വേജ്. ഓക്കെ, പ്രധാനമായിട്ടുള്ളത് എന്താണ്, ഇത് ഒൺലി UN ബോഡി നോട്ട് ലൊക്കേറ്റഡ് ഇൻ ന്യൂയോർക്ക്. ഇതൊക്കെയാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് അഡ്വൈസറി ഒപ്പീനിയൻസ്. ഇതെന്താണ്, നോൺ ബൈൻഡിങ് ആണ്. സ്റ്റേറ്റിന് ഇതിനെ എന്താണ് ഫോളോ ചെയ്യണം എന്ന് ഇല്ല. ബട്ട് അതോറിറ്റേറ്റീവ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഇന്റർനാഷണൽ ലോ. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, ഇന്റർനാഷണൽ പൊളിറ്റിക്കൽ പ്രഷർ ഒക്കെ എന്താണ് ഈ ഒരു അഡ്വൈസറി കാരണം എന്താണ് ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ UK എന്താണ്, കാഗോസ് ഐലൻഡിലെ ഇങ്ങനൊരു അഡ്വൈസറി ഒപ്പീനിയൻ വന്ന സമയത്ത് എന്താണ് മൗറീഷ്യസിന് തിരിച്ചു കൊടുക്കുക ഉണ്ടായി. ഓക്കെ, അതാണ് ഈ ഒരു അഡ്വൈസറി ഒപ്പീനിയൻ കൊണ്ട് ഇവിടെ പറയുന്നത്. ഇപ്പൊ ആ പറഞ്ഞ ആ ഒരു അഡ്വൈസറി ഒപ്പീനിയന്റെ കീ റൂളിങ്സ് എന്താന്ന് വെച്ചാൽ, ഒബ്ലിഗേഷൻ ഓഫ് സ്റ്റേറ്റ് ഹാവ് ലീഗൽ ഒബ്ലിഗേഷൻ ടു പ്രൊട്ടക്ട് ദ ക്ലൈമറ്റ് സിസ്റ്റം. അതുപോലെ മസ്റ്റ് ആക്ട് വിത്ത് ഡ്യുവൽ ഡെലിഗൻസി ആൻഡ് കോപ്പറേഷൻ. ക്ലൈമറ്റ് ആക്ഷൻ ഒബ്ലിഗേഷൻ ഡിറൈവ് നോട്ട് ഓൺലി ഫ്രം ക്ലൈമറ്റ് treaties but also general international law, environment treaties, example law of the sea, customary international law. സെക്കൻഡ് ആയിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്റർപ്രിട്ടേഷൻ ഓഫ് ക്ലൈമറ്റ് ട്രീറ്റീസ്, UNFCCC, ക്യോട്ടോ പ്രോട്ടോകോൾ, പാരീസ് എഗ്രിമെന്റ് ഒക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ, അതായത് ഓരോ കൺട്രീസും എൻഷുർ ചെയ്യുക മാക്സിമം ക്ലൈമറ്റിന് വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. അതെന്താണ്, അത് റിഫ്ലക്ട് ചെയ്യണം, ഹയസ്റ്റ് പോസിബിൾ അംബിഷൻ അത് റിഫ്ലക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അതുപോലെ ക്ലൈമറ്റ് ജസ്റ്റിസ് ആൻഡ് കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റെസ്പെക്റ്റീവ് കേപ്പബിലിറ്റീസ് റീഅഫേം ചെയ്തു. അതായത് ഡെവലപ്ഡ് കൺട്രീസ് എന്താണ്, അതൊരു ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ വരുന്നത്. ഡെവലപ്ഡ് കൺട്രീസ് ഫിനാൻസും ടെക്നോളജി എന്താണ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ ഒബ്ലിഗേഷൻ ആക്സസ് ഓൺ ഗുഡ് ഫെയ്ത്ത് ആൻഡ് ഡ്യൂ ഡെലിഗൻസി സ്റ്റാൻഡേർഡ്സ്. പിന്നെ എന്താണ് പറയുന്നത്, നോൺ സെൽഫ് കണ്ടെയ്ൻഡ് റെജീം ആർഗ്യുമെന്റ്. അതായത് ചില രാജ്യങ്ങൾ എന്താ പറയുന്നത്, നമ്മൾ ഈ ക്ലൈമറ്റ് ട്രീറ്റീസിൽ നിന്നൊക്കെ വിഡ്രോ ചെയ്താൽ പ്രത്യേകിച്ച് ഒബ്ലിഗേഷൻസ് ഒന്നും വരുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ വിഡ്രോവൽ ഫ്രം ട്രീറ്റീസ് ഡസ് നോട്ട് റിമൂവ് ക്ലൈമറ്റ് ഒബ്ലിഗേഷൻസ്, അതാണ് ഇതിൽ പറയുന്നത്. അടുത്ത് പറയുന്നത് എന്താ, ഹ്യൂമൻ റൈറ്റ്സ് ലിങ്കേജസ്. ക്ലൈമറ്റ് ചേഞ്ച് അഫക്ട്സ് റൈറ്റ്സ് ഓഫ് വൾണറബിൾ ഗ്രൂപ്പ്സ്, മസ്റ്റ് എൻഷുർ ജസ്റ്റ് ട്രാൻസിഷൻ. ഈ ജസ്റ്റ് ട്രാൻസിഷൻ എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഹൈ കാർബൺ എക്കോണമിയിൽ നിന്ന് ലോ കാർബൺ എക്കോണമിയിലേക്കുള്ള ആ ട്രാൻസിഷൻ എന്താണ് ഇവിടെ എൻഷുർ ചെയ്യുക എന്നാണ് പറയുന്നത്. കോസേഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റി, അതായത് ഓരോ സ്റ്റേറ്റിന്റെയും ഗ്ലോബൽ എമിഷൻസ് എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള സയന്റിഫിക് മെത്തേഡ്സ് നമുക്ക് നിലവിലുണ്ട്. അപ്പൊ അത് വെച്ച് എന്താ ഓരോ സ്റ്റേറ്റിന്റെയും ഈ ഒരു ഗ്ലോബൽ എമിഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടെത്തി അതിന് വേണ്ടുള്ള പരിഹാരം കാര്യങ്ങളൊക്കെ കണ്ടെത്താനായിട്ട് പറ്റും. ഗ്ലോബൽ സൗത്ത് ലിവറേജ്, ഇത് നോക്ക്, സ്മോൾ ഐലൻഡ് സ്റ്റേറ്റ്സ്. ഈ സ്മോൾ ഐലൻഡ് സ്റ്റേറ്റ്സ് എന്ന് വെച്ചാൽ സ്മോൾ ഐലൻഡ് ഡെവലപ്പിംഗ് സ്റ്റേറ്റ്സ് ലൈക്ക് ഫിജി, മാർഷൽ ഐലൻഡ്സ്, മാൽദീവ്സ്, ഇങ്ങനെയുള്ള ഐലൻഡ്സ് ഇല്ലേ, അതിനെയാണ് ഈ സ്മോൾ ഐലൻഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. സ്ട്രെങ്തൻസ് സ്ട്രാറ്റജിക് ക്ലൈമറ്റ് ലിറ്റിഗേഷൻ ഗ്ലോബലി ഫോർ കൺട്രീസ് ലൈക്ക് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് എന്താണ് ക്ലൈമറ്റ് ഫിനാൻസും അതുപോലെ ടെക് ട്രാൻസ്ഫർ ഒക്കെ വാങ്ങാനുള്ള എന്താണ് ടൂൾസ് ഒക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഋദ്ദ പാണ്ഡെ കേസ് ഇത് നോക്കുക, ഇത് 2017 ഒരു കേസാണ്. 11 വയസ്സുള്ള
ഒരു ആക്ടിവിസ്റ്റ്, എൻവയോൺമെന്റ് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ കേസാണ്. അതായത് രാജ്യങ്ങൾ കൃത്യമായിട്ട് അവരുടെ ക്ലൈമറ്റ് ഒബ്ലിഗേഷൻ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം, നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കേസാണ്. നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യുക കേട്ടോ. ക്വസ്റ്റ്യൻ നോക്കാം. വിത്ത് റെഫറൻസ് ടു ദ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഒന്നെന്താ, ഇറ്റ്സ് അഡ്വൈസറി ഒപ്പീനിയൻസ് ആർ ബൈൻഡിങ് ഓൺ UN മെമ്പർ സ്റ്റേറ്റ്സ്. സെക്കൻഡ്, ഇറ്റ് ക്യാൻ ഇന്റർപ്രറ്റ് ട്രീറ്റീസ് ഇൻ ലൈറ്റ് ഓഫ് സയന്റിഫിക് കൺസെൻസസ്. Third, it is the principal judicial organ of the United Nations. Which of the above statements are correct? നിങ്ങൾക്ക് ഏതൊക്കെയാണെന്നാണ് തോന്നുന്നത്? അപ്പൊ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഓക്കെ. മെയിൻസ് നോക്കുകയാണെങ്കിൽ GS പേപ്പർ 2-ൽ എന്താണ്, ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഗ്ലോബൽ ഗവർണൻസ്, ഇമ്പാക്ട് ഓഫ് ഗ്ലോബൽ പോളിസീസ് ഓൺ ഇന്ത്യ, ഗ്ലോബൽ സൗത്ത് ഡിപ്ലോമസി. GS പേപ്പർ 3-ൽ എന്താണ്, ക്ലൈമറ്റ് ചേഞ്ച്, പാരീസ് എഗ്രിമെന്റ്, CBDRC, ക്ലൈമറ്റ് ഫിനാൻസ് ആൻഡ് ടെക്നോളജി ട്രാൻസ്ഫർ, എൻവയോൺമെന്റ്, ഹ്യൂമൻ റൈറ്റ്സ് ലിങ്ക്സ്. ഇതൊക്കെ ഒന്ന് നോക്കുക, ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കാതെ കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത ന്യൂസ് നോക്കാം. ഈസ് ദ ഇന്ത്യൻ എക്കോണമി പെർഫെക്റ്റ്ലി ബാലൻസ്ഡ്? ഇതിൽ എന്താന്ന് വെച്ചാൽ ഫിനാൻസ് മിനിസ്ട്രി എന്താണ് ഇന്ത്യയുടെ മാക്രോ എക്കണോമിക് പൊസിഷനെ പറഞ്ഞത്? ഗോൾഡിലോക്സ് സിറ്റുവേഷൻ എന്നാണ് പറയുന്നത്. ഇത് 2015 ഒരു PYQ ആണ്. ഓക്കെ. അതുപോലെ തന്നെ എന്താണ്, ഫിനാൻഷ്യൽ ഇയർ 2024 GDP ഗ്രോത്ത് എന്ന് പറയുന്നത് 7.6% ആയിരുന്നു. അതുപോലെ ക്രിറ്റിസിസം നോക്കുകയാണെങ്കിൽ ഒപ്റ്റിമിസ്റ്റിക് ഹെഡ്ലൈൻ നമ്പേഴ്സ് ലൈ സ്ട്രക്ചറൽ ഇംബാലൻസ്. ഓക്കെ. ഇതിലെ കീ കൺസേൺ എന്താന്ന് വെച്ചാൽ ഇൻഫ്ലേഷൻ ആൻഡ് പർച്ചേസിംഗ് പവർ. ഹെഡ്ലൈൻ CPI എന്താണ് 4.8% 2.82% എന്താണ് ഫെല്ലായി. അതുപോലെ ഫുഡ് ഇൻഫ്ലേഷൻ നോക്കുകയാണെങ്കിൽ എന്താണ് കൺസിസ്റ്റന്റ്ലി എന്താണ് ജനറൽ CPI-ക്കാട്ടിലും ഹയർ ആണ്. ഈ ഫുഡ് എന്ന് പറയുന്നത് എന്താണ്, ഹൗസ് ഹോൾഡ് ബാസ്ക്കറ്റിൽ എന്ത് വരും, 50% ആയിട്ടാണ് വരുന്നത്. ഇതെന്താണ് പുവറിനെ വളരെ മോശമായ രീതിയിൽ തന്നെ ബാധിക്കും. കോർ ഇൻഫ്ലേഷൻ ബെറ്റർ റിഫ്ലെക്ട് സസ്റ്റൈൻഡ് പ്രൈസ് പ്രഷർ. സെക്കൻഡ് എന്താണ്, സ്റ്റാഗ്നന്റ് റിയൽ വേജസ്. റിയൽ വേജ് ഗ്രോത്ത് ഓഫൺ മച്ച് ലോവർ ദാൻ നോമിനൽ സാലറി ഹൈക്ക്. അപ്പൊ 2023 നോക്കുകയാണെങ്കിൽ നോമിനൽ എന്ന് പറയുന്നത് +9.2% ആണ്. റിയൽ നോക്കുകയാണെങ്കിൽ 2.5% ആയിരുന്നു. ഈ ഡേറ്റാസ് ഒക്കെ നിങ്ങളൊന്ന് നോക്കുക. ലീഡ്സ് ടു റെഡ്യൂസ്ഡ് സേവിങ്സ്, ഹയർ ഡെബിറ്റ് റിലയൻസ്, കട്ട് ഇൻ ഡിസ്ക്രിഷണറി സ്പെൻഡിങ്. ഇൻകം ഇൻഇക്വാലിറ്റിയിൽ നോക്കുകയാണെങ്കിൽ അതെ വായിച്ച തെറ്റിയതാ. ഇൻകം ഇൻഇക്വാലിറ്റിയിൽ നോക്കുകയാണെങ്കിൽ ഗിനി കോഎഫിഷ്യന്റ് അത് 0.489 നിന്നിട്ട് 0.40 എന്താണ് ഫെൽ ചെയ്യാണ് ഉണ്ടായത്. പോസ്റ്റ് കോവിഡ് എന്താണ് കെ ഷേപ്ഡ് റിക്കവറി എന്നാണ് പറയുന്നത്. അതായത് ഹൈ ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ളവര് അങ്ങനെ ഹൈപ്പിൽ തന്നെയും പുവർ ആയിട്ടുള്ളവർ എന്താണ് ഡൗൺ ആയിട്ടും ആണെന്നാണ് പറയുന്നത്. GS പേപ്പർ 3-ൽ നോക്കുകയാണെങ്കിൽ എക്കോണമി, ഗ്രോത്ത്, ഇൻഫ്ലേഷൻ, ഇൻഇക്വാലിറ്റി, ഫിസിക്കൽ പോളിസി, പബ്ലിക് ഡെപ്റ്റ് ഇതൊക്കെയാണ് വരുന്നത്. GS പേപ്പർ 2-ലാണെങ്കിലോ സോഷ്യൽ ജസ്റ്റിസിൽ ഇൻഇക്വാലിറ്റീസ് ഇമ്പാക്ട് ഓൺ ആക്സസ് ടു സർവീസസ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക, ഈ ന്യൂസ് നന്നായിട്ട് വായിക്കുക. ഫൈനൽ ന്യൂസ് എന്താന്ന് വെച്ചാൽ എക്സ്പോർട്ടേഴ്സ് ടു US ഫിയർ ലോസ് ഓഫ് ബിസിനസ് വിത്ത് 25% അഡീഷണൽ ടാരിഫ്. നമ്മൾ കുറച്ച് ദിവസത്തെ ന്യൂസുകളിലെല്ലാം ഇത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. എന്താണ്, US ഇന്ത്യൻ ഗുഡ്സിന് മേലെ 25% ടാരിഫ് അനൗൺസ് ചെയ്തു. ഇന്നലത്തെ ന്യൂസിൽ എന്താണ് ഒരു അഡീഷണൽ 25% കാര്യമൊക്കെ പറയുകയുണ്ടായി. അതുപോലെ ഇത് എന്തുകൊണ്ടാണെന്നാണ് പറയുന്നത്, റഷ്യ ആയിട്ടുള്ള ഇന്ത്യയുടെ ഓയിൽ പർച്ചേസ്, ആ ട്രേഡിങ് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതുപോലെ എന്താ റൈസ് കൺസേൺ ഓവർ ഇമ്പാക്ട് ഓൺ കീ എക്സ്പോർട്ട് സെക്ടേഴ്സ് ആൻഡ് ഓൺഗോയിങ് India-US ട്രേഡ് നെഗോഷിയേഷൻസ്. കീ ഇമ്പാക്ട്സ് ബൈ സെക്ടർ. ഒന്നാമത് എഞ്ചിനീയറിംഗ് ഗുഡ്സ്, സെക്കൻഡ് ഓട്ടോമോട്ടീവ് കമ്പോണൻസ്, ടെക്സ്റ്റൈൽ ഗാർമെന്റ്സ്, ഫാർമസ്യൂട്ടിക്കൽ അത് എക്സംപ്റ്റഡ് ആണ്. ഫസ്റ്റ് പോയിന്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് US-ലേക്ക് എക്സ്പോർട്ട് ചെയ്ത് 2024-25 എന്താണ് $20 ബില്യൺ ആണ്. ഐറ്റംസ് ഏതൊക്കെയായിരുന്നു, അയൺ ആൻഡ് സ്റ്റീൽ പ്രൊഡക്ഷൻസ്, അലൂമിനിയം, ഇലക്ട്രിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മെഷീനറി. അപ്പൊ എന്താ നമുക്ക് ഇത്രത്തോളം ആണ് അവിടുന്ന് എക്സ്പോർട്ട് US-ലോട്ട് എക്സ്പോർട്ട് ചെയ്തത് വഴി നമ്മൾക്ക് കിട്ടിയത്. അപ്പൊ എന്താണ്, സോ ഈ ഇൻഡസ്ട്രി എന്താണ് ഈ ടാരിഫ് ബാധിക്കും. ഇനി ഓട്ടോമോട്ടീവ് കമ്പോണൻസിലോട്ട് വരുവാണെങ്കിൽ എന്താണ് 27% ഓഫ് ഇന്ത്യസ് ഓട്ടോ കമ്പോണന്റ് എക്സ്പോർട്ട് ടു US. അത് എത്രയാണ് വന്നത്, 22.9 ബില്യൺ ആണ് വന്നിട്ട്. സെക്ടേഴ്സ് കാൾസ് ഫോർ എൻഹാൻസിങ് കോമ്പറ്റീറ്റീവ്നെസ്.
വാല്യൂ അഡീഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് മാർക്കറ്റ്സ്. തേർഡ് നോക്കുകയാണെങ്കിൽ ഈ ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, യു എസ് 33% ആണ് എന്ത് ഷെയർ ഇൻ ഇന്ത്യസ് ഗാർമെന്റ് എക്സ്പോർട്സിൽ 2024 കണക്ക് നോക്കുകയാണെങ്കിൽ. വോളിയം ഓർഡേഴ്സ് അറ്റ് റിസ്ക്, എക്സ്പോർട്ടേഴ്സ് ഡിമാൻഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ആൻഡ് 3-year മൊറട്ടോറിയം ഓൺ ബാങ്ക് ലോൺസ്. ഫോർത്ത് നോക്കുകയാണെങ്കിൽ ഫാർമസ്യൂട്ടിക്കലിനോട് വരുമ്പോൾ എന്താണ്, ടെമ്പററിലി എക്സംപ്റ്റഡ് ഫ്രം ടാരിഫ് ഹൈക്ക്. അതായത് നമ്മൾ അതുമൂലമുള്ള ന്യൂസുകളിൽ പറയുന്നുണ്ട് ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ് എന്താണ് ടാരിഫിൽ ഈ ഹൈക്കൊന്നും അധികം ഉണ്ടായിട്ടില്ല. India supplies greater than 40% of generics used in US. Tariffs on pharma seen as harmful to US consumers due to higher price. അതെന്താണ്, ഈ ഫാർമസ്യൂട്ടിക്കളുടെ ഈ പറഞ്ഞ ടാരിഫ് കൂട്ടിയാൽ അത് US തന്നെയാണ് നെഗറ്റീവായിട്ട് ബാധിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു കീ ഇമ്പാക്ട് എന്ന് പറയുന്നത്. GS പേപ്പർ 2-ലാണ് ഇതിനെ പറ്റിയിട്ട് വരുന്നത്. എന്താണ്, ബൈലാറ്ററൽ റിലേഷൻസ്, ഇന്ത്യ US ട്രേഡ് ഡൈനാമിക്സ്, റോൾ ഓഫ് ട്രേഡ് ഡിപ്ലോമസി ആൻഡ് നെഗോഷിയേഷൻസ് ഇൻ ഫോറിൻ പോളിസി. GS പേപ്പർ 3-ൽ ഇമ്പാക്ട് ഓഫ് ട്രേഡ് പോളിസീസ് ഓൺ ഇന്ത്യൻ എക്കോണമി ആൻഡ് ഇൻഡസ്ട്രി, ഇഷ്യൂസ് ഇൻ മാനുഫാക്ചറിങ് ആൻഡ് എക്സ്പോർട്ട് കോമ്പറ്റീറ്റീവ്നെസ്. അപ്പൊ നിങ്ങൾ ഈ ന്യൂസ് എല്ലാം നന്നായിട്ട് തന്നെ വായിക്കുക, ഇതിൽ പറഞ്ഞിട്ടുള്ള ആൻസേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.